Greetings, students. Today we'll be looking more details about short-term memory. Okay, Atkinsonum Richard Schriffrindeയും രണ്ടാമത്തെ ബോക്സായ ഷോർട്ട് ടേം മെമ്മറി നമുക്ക് കൂടുതൽ നോക്കാം. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ സെൻസറി മെമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻസറി മെമ്മറിയിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫർമേഷൻസ് വരുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നാണ് അല്ലേ? നമ്മുടെ ഐസ് ആവട്ടെ, നമ്മുടെ സ്കിൻ ആവട്ടെ, നമ്മുടെ നോസ് ആവട്ടെ, ഇങ്ങനെ സെൻസ് ഓർഗൻസിൽ നിന്നാണ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ സെൻസറി മെമ്മറിക്ക് എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. അതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഡെയിലി നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് ദറ്റ് സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോകുമ്പം പിന്നെയും ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആവും അല്ലേ, പിന്നെയും കുറയും. അപ്പോൾ വി ക്യാൻ സേ ദ ഷോർട്ട് ടേം മെമ്മറി ആസ് എ വെരി ലിമിറ്റഡ് കപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് ആദ്യം ഷോർട്ട് ടേം മെമ്മറീൻ്റെ അണ്ടറിൽ പറയാം. എക്സാക്ട്ലി എത്ര എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം ഒരു സമയത്ത്? ഇത് പറയാനായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ജോർജ് മില്ലർ ഒരു സ്റ്റഡി നടത്തി. പുള്ളിയുടെ പേപ്പറിൻ്റെ പേര് ദ മാജിക്കൽ നമ്പർ 7 എന്നാണ്. സോ ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അപ്രോക്സിമേറ്റ്ലി സെവൻ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഒരു സമയത്ത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പല ഇൻഫർമേഷൻസ് ഒരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ട്യൂൺ ആവട്ടെ, ഡാറ്റ ആവട്ടെ, നമ്പേഴ്സ്, ലെറ്റേഴ്സ്, പേര് പഠിക്കാൻ, ഇങ്ങനെ ഏതൊരു ഡാറ്റ കൊടുത്താലും ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 അല്ലെങ്കിൽ 9 ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് മാത്രമേ അയാൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടിയാലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അയാൾ ഓർത്തിരിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഓർത്തിരിക്കില്ല കംപ്ലീറ്റ്ലി, ചിലപ്പം മിസ്റ്റേക്സ് സംഭവിക്കാം ഈ തന്ന. അപ്പം അതിൽ നിന്ന് പുള്ളി കണ്ടുപിടിച്ചൊരു നമ്പറാണ് ദിസ് മാജിക്കൽ നമ്പർ 7 ± 2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗിവ് ദ ലിങ്ക് ഓഫ് ദ പേപ്പർ ബിലോ, യു ക്യാൻ ലുക്ക് ഇറ്റ് ഔട്ട് വെൻ യു ആർ ഫ്രീ. ഇത് ജോർജ് മില്ലറിൻ്റെ ഒറിജിനൽ പേപ്പറാണ്, 1954 എഴുതിയ ഒരു ഒറിജിനൽ പേപ്പറാണ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. ഓക്കെ, ചില ഇൻസ്റ്റൻസസുകൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണാറുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസ് റീകോൾ ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, വെയിറ്റർ ഒരുപാട് സാധനങ്ങളുടെ പേര് ഓർത്തിരിക്കുന്നു. അതെങ്ങനെയാണ്? അപ്പം ഇവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷണൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചങ്കി ഇതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഓർഗനൈസേഷണൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ്, ബേസിക്കലി മോർ ദാൻ 9 അല്ലെങ്കിൽ 7, അതിലും കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഓർഗനൈസേഷണൽ എൻകോഡിംഗ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ചങ്കി. ഇറ്റ് ഈസ് ഗ്രൂപ്പിംഗ് ഇൻഫർമേഷൻസ് സോ ദാറ്റ് യു ക്യാൻ റീകോൾ ഇറ്റ് ഈസിലി. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു നമ്പർ സീരീസ് ലൈക്ക് 7 7 7 7 7 4 4 4 4 3 3 3 2 2 2 1 1 1 ഇങ്ങനെ ഉള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ, ഒരുപാടുണ്ട്. പക്ഷേ ഇത് നമുക്ക് സുഖമായിട്ട് പഠിക്കാം അതിനൊരു പാറ്റേൺ മനസ്സിലാക്കിയാൽ അല്ലേ. അതിൻ്റെ എത്രത്തോളം 5കളുണ്ട്, എത്രത്തോളം 4ഉണ്ട്, എത്രത്തോളം 7ഉണ്ട്, അങ്ങനെ നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ചങ്കിങ് അല്ലേ, ഓർഗനൈസേഷൻ എൻകോഡിങ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ ഇൻഫർമേഷൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ആ ഒരു ബ്രേക്ക് ചെയ്തൊരു ഗ്രൂപ്പ് ആക്കുക, ചങ്ക് ആക്കുക, അതിനെയാണ് ചങ്കിങ് എന്ന് വിളിക്കുന്നത്. 5 ഉണ്ട്, എത്ര 4 ഉണ്ട്, എത്ര 1 ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അത് മാത്രം പഠിച്ച് അതിനനുസരിച്ച് അത് റീകോൾ ചെയ്യുന്നതിനെയാണ് ചങ്കിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ വെയിറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ വെയിറ്റർ എന്താ ചെയ്യുന്നത്? ആ ഫുഡിനെ ഓർഗനൈസ് ചെയ്യുക ചെയ്യുന്നത്. അത്ര ഇൻഫർമേഷൻസ് ഒരുമിച്ച് പഠിക്കാതെ അതിനെ ഗ്രൂപ്പ് ചെയ്യും, ചങ്ക് ചെയ്യും. ഇപ്പോൾ എത്രത്തോളം ആപ്പറ്റൈസേഴ്സ് വേണം, എത്രത്തോളം എത്രത്തോളം സൂപ്പ് വേണം, എത്രത്തോളം ഡെസേർട്ട്സ് വേണം എന്നുള്ളതൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ആക്ച്വലി ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നത്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല. നമ്മൾ പറഞ്ഞു സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, അതിലെല്ലാം നമ്മൾ എടുക്കത്തില്ല, അറ്റൻഷൻ ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് കൊണ്ടുവന്നുള്ളൂ. പിന്നെ മറ്റേ എക്സ്ട്രീമിൽ ലോങ് ടേം മെമ്മറി ഉണ്ട്, അത് ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ സെക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നൊരു ഏരിയയും കൂടെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും എന്നുള്ളതും കൂടെയാണ് ഷോർട്ട് ടേം മെമ്മറിയുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഷോർട്ട് ടേം മെമ്മറിക്ക് ഒന്ന് സ്റ്റോറേജ് ഉണ്ട്,
പിന്നെ അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് പ്രോസസ്സും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ നടക്കുന്നൊരു പ്രോസസ്സ്, സ്റ്റോറേജ് അല്ലാതെ നടക്കുന്നൊരു സംഭവമില്ലേ, പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നത്. ഈ വർക്കിംഗ് മെമ്മറി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻസറി മെമ്മറിൻ്റെയും ലോങ് ടേം മെമ്മറിൻ്റെയും ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്ന ഈ വർക്കിംഗ് മെമ്മറി? നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ നോക്കാം. വർക്കിംഗ് മെമ്മറി ഈസ് എ മെമ്മറി സിസ്റ്റം ദറ്റ് ഹോൾഡ്സ് ഇൻഫർമേഷൻ we are processing at the moment. Okay, and formerly it was called as short term memory. ആദ്യം ഇതിനെ ഷോർട്ട് ടേം മെമ്മറി ആയിട്ട് തന്നെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ഇതിൻ്റെ സ്റ്റഡീസൊക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സ്റ്റോറേജ് ആയിട്ടും ഇതുപോലെ വർക്കിംഗ് മെമ്മറി ആയിട്ടും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തു. സോ ഡെഫിനിഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ആക്റ്റീവ്ലി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ദിസ് ഓൾസോ മീൻസ് നമുക്കൊരു പുതിയ മോഡൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ പഠിച്ച ആക്റ്റിൻസൺ ഷ്രിഫ്റ്റിൻ മോഡൽ പോലെയല്ല, അതിൽ സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ പറയുന്നുണ്ട്, ഒരു പുതിയ ആശയം വരുന്നുണ്ട്. ഓക്കെ, മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അലൻ ബാഡ്ലിയും അതുപോലെ ഗ്രഹാം ഹിച്ച് എന്ന് പറയുന്ന 2 പേരാണ്. 1992 ഈ ഒരു വർക്കിംഗ് മെമ്മറിയുടെ തന്നെ മാനിപ്പുലേഷൻ ഇൻഫർമേഷൻ ഡിഫൈൻ ചെയ്ത ഒരു മോഡൽ വന്നിരിക്കുന്നത്. വി ക്യാൻ നെയിം ഇറ്റ് ആസ് മൾട്ടിപ്പിൾ കോമ്പണൻറ്റ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കാം. അപ്പം ഇത് ഡിഫൈൻ ചെയ്യാൻ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു ടേം, ഓക്കെ, നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്നാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഏരിയനെ വിളിക്കുന്നത്. ഈ ആശാനാണ് നമ്മൾ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി പല ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൂളാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെൻറ്റൽ ഇമേജ്, അതിനെയാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ബെഡ്റൂം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മൈൻഡിലൊരു മെൻറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ മെൻറ്റൽ ഇമേജിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അത് ഡിഫൈൻ ചെയ്ത് തരും, അല്ലേ? നമ്മുടെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലുള്ളതാണ് നമ്മൾ ആക്ച്വലി എനിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണ്, നമ്മൾ ഇൻഫർമേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അതുപോലെ വേറൊരു ടൂളാണ്, സെക്കൻഡ് ടൂളാണ് ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നതും നമ്മുടെ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. പക്ഷേ ഇവിടെ സൗണ്ട് യൂസ് ചെയ്തിട്ട്, അവിടെ ഇമേജ് ആയിരുന്നെങ്കിൽ ഇവിടെ സൗണ്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുവാണെങ്കിൽ റിലേറ്റഡ് ടു സൗണ്ട്, നിങ്ങൾ അതിൻ്റെ സൗണ്ട് ഓഡിയോ ആയിട്ട് തന്നെ നിങ്ങളതിനെ റിപ്പീറ്റ് ചെയ്ത് ആയിരിക്കും അതിൻ്റെ ഉത്തരം തരുന്നത്. അപ്പം ഫോണോളജിക്കൽ ലൂപ്പും നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഡിയോസൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി കമ്പൈൻഡ് വിത്ത് റിഹേഴ്സലിൻ്റെ ഒരു എക്സാമ്പിളായിട്ടും പറയാം. നമ്മൾ ഒരു ഫോൺ നമ്പർ ഓർത്തിരിക്കുമ്പം ആക്ച്വലി വി റിമെമ്പർ ദ നമ്പർ ദ വേ വി ടോൾഡ് ഇറ്റ്, ലൈക്ക് 944688 എന്ന് പറയുമ്പോൾ ആ 44 കൊടുത്ത സ്ട്രെസ്. അപ്പം വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഇസ് ആക്ച്വലി ആ ഫോണോളജിക്കൽ ലൂപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഓഡിയോ ദ വേ വി ടോൾഡ്, അതുവഴിയാണ് നമ്മൾ ആക്ച്വലി പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മൈൻഡിലുള്ള നമ്പറും നമ്മുടെ ആ ഒരു സെൻസറിയിൽ കിടക്കുന്ന ആ ഒരു ടോൺ, അതും തമ്മിലൊരു ലൂപ്പ് പോലെ വന്ന് വി ആക്ച്വലി റിഹേഴ്സ്, അങ്ങനെയാണ് നമ്മളിത് ഇൻഫർമേഷൻ വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവസാനം ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോയി, അങ്ങനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുന്നത്, ആ നമ്പർ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ദിസ് ഇസ് information processing method which is based on audio. പിന്നെ മൂന്നാമതൊരു നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെ സഹായിക്കുന്നൊരു കോമ്പണൻ്റാണ്, സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ കോമ്പണൻ്റാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത്. എപ്പിസോഡിക് ബഫർ എന്ന് പറയുമ്പോഴും ഇത് രണ്ടും കൂടെ ഉള്ളത്, അതായത് വിഷ്വൽ സ്പേഷ്യലും ഫോണോളജിക്കലും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എപ്പിസോഡിക് ബഫർ ആണ് നമ്മുടെ ഇതിനെ സഹായിക്കുന്നത്, പ്രോസസ്സിങ്ങിനെ സഹായിക്കുന്നത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോടൊരു കഥ പറയുകയാണ്. ഓക്കെ, അപ്പം ആ കഥ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടും വരുന്നുണ്ട്, വിഷ്വൽ സ്പേഷ്യലും വരുന്നുണ്ട്, അതുപോലെ ഫോണോളജിക്കൽ ലൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ്
നമ്മുടെ എപ്പിസോഡിക് ബഫർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കഥേനെ ആക്ച്വലി ഒരു ക്രോണോളജിക്കലായിട്ട് ഇതിനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു മൂവി ഒക്കെ കാണുന്ന പോലെ. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ എപ്പിസോഡിക് ബഫർ വേണം. ഓക്കെ, അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ എപ്പിസോഡിക് ബഫർ. ഓക്കെ, നമുക്ക് എന്താ സൗണ്ട് അപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വിഷ്വൽ ഇപ്പുറത്ത് അങ്ങനെയൊന്നും ഡിസ്ജോയിൻ ആയിട്ടൊന്നും അല്ല ഇത് ഇരിക്കുന്നത്. ഇതിനൊരു കോമ്പിനേഷനുണ്ട് അല്ലേ. അപ്പം ഇതിനെല്ലാം ഒരു എപ്പിസോഡാക്കി നമ്മുടെ ഒരു നെറേറ്റീവ് ആക്കി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരികയാണ് എന്ത് ചെയ്യുന്നത്, എപ്പിസോഡിക് ബഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതും നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലെ മൂന്നാമത്തെ സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിക്കുള്ള സ്ഥലം മാത്രമല്ല, വർക്കിംഗ് മെമ്മറി നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി സഹായിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇതിൻ്റെ ഡെഫിനേഷൻ ഇത് രണ്ടും ഒന്നാണെന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പോഴും ഇതിൻ്റെ ഡിബേറ്റൊക്കെ നടത്തുന്നുണ്ട്, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. what we can clearly state is that ഇതിന് ഒരുപാട് നല്ല സ്കോപ്പുള്ള ഏരിയയാണ് ഈ മെമ്മറി എന്ന് പറയുന്നത്. റിസർച്ചിലാണെങ്കിലും എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, there is actually a distinction between the sensory memory and long term memory, and approximately about 30 സെക്കൻഡ്സോളം നമുക്ക് ഈ ഒരു എന്തൊരു വാക്കാണേലും അല്ലെങ്കിൽ എന്തൊരു ഇൻഫർമേഷൻസ് ആണേലും അത്രയും നേരമൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത് ഷുവറാണ്. അതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് നമ്മൾ പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഷോർട്ട് ടേം മെമ്മറി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ പറഞ്ഞു 30 സെക്കൻഡാണ് മാക്സിമം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ എല്ലാ കേസുകളിലും അങ്ങനെയല്ല, മിക്കവാറും അതിന് മുമ്പ് നമ്മൾ മറക്കാറുണ്ട്. പക്ഷെ എങ്ങനെ നമ്മൾ 30 സെക്കൻഡ് വരെ അത് ഓർത്തിരിക്കും അല്ലേ എന്നുള്ളതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് മെയിൻ്റെനൻസ് റിഹേഴ്സൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ഐറ്റംസ് ഓവർ ആൻഡ് ഓവർ ടു മെയിൻറ്റെയിൻ ദം ഇൻ എ ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ നമ്പർ ആവട്ടെ, നിങ്ങൾ നിങ്ങൾ ഒരു ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പിസ്സ ഡെലിവറി ആണെന്ന് വിചാരിക്കുക. അപ്പം അയാൾ വിളിക്കുന്നു, അയാൾ ഇന്ന നമ്പർ തരാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ആ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, ആ നമ്പർ എഴുതുന്നതിന് മുമ്പ് നമ്മളത് അത്രയും നേരം ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ വായ കൊണ്ട് തന്നെ ഈ നമ്പർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം 944688 944688 944688. ഇതൊരു മെത്തേഡാണ്. ഇതിനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ എമൗണ്ട് ഓഫ് ടൈം കൂട്ടാൻ സഹായിക്കുന്നു, 30 സെക്കൻഡ് വരെ ആക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ നമ്പർ ഒരിക്കലും നമ്മൾ ലോങ് ടേം മെമ്മറിയിലോട്ട് കടത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഷോർട്ട് ടേം മെമ്മറീൻ്റെ മെത്തേഡാണെന്ന് പറയുന്നത്. അതിനുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അത്രയും നേരം നമുക്കത് കുറിച്ചിടാനോ അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനോ ഒരാവശ്യത്തിന് വേണ്ടി ഓർത്തിരിക്കാനോ നമ്മൾ അത്രയും നേരത്തേക്ക് നമ്മളത് റിഹേഴ്സ് ചെയ്യുക, വായ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് മെയിൻ്റെനൻസ് റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത്. മെയിൻ്റെനൻസ് റിഹേഴ്സലിനെ തന്നെയാണ് റോട്ട് റിഹേഴ്സൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞു, ഫോൺ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, മറ്റൊരു ടൈപ്പാണ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നതിനെയാണ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റതുപോലെ ഷോർട്ട് ടേം മെമ്മറി തന്നെ കുറച്ച് നേരത്തേക്കല്ല, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ലോങ് ടേമിൽ കയറ്റാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ പറയാൻ, നമ്മൾ സ്കൂളിൽ ഒക്കെ പഠിച്ചപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സ് റിഹേഴ്സൽ ഉണ്ടാവും അല്ലേ. ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ ഡാൻസിനാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കും, മറ്റേ സ്കിറ്റിനാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം കളിക്കും, എന്നിട്ട് നെക്സ്റ്റ് ഡേ ശരിക്കും കളിക്കും. ഇത് പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ഇതുപോലെയാണ് നമ്മുടെ ഇലാബറേറ്റീവ് റിഹേഴ്സൽ. അത് മെമ്മറി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ലോങ് ടേമിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ കോൺസെപ്റ്റ്സിനെ റിലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മളിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസിനെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ സ്ഥിരമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന ലോങ് ടേമിൽ ഇരിക്കുന്ന കോൺസെപ്റ്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. നമുക്കിതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂമോണിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പലതും പഠിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ മന്ത്സിൻ്റെയും എത്ര ദിവസങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ പൊങ്ങി നിൽക്കുന്ന എല്ലാ മന്ത്സും 31 ദിവസങ്ങൾ, ബാക്കി എല്ലാത്തിനും അത്രയും ദിവസങ്ങളില്ല. അപ്പം ദ
ജാനുവരി, ഫെബ്രുവരിക്ക് അത്രയില്ല, മാർച്ച് ഇതേ പൊങ്ങി നിൽക്കുന്നു. അപ്പം ഇതിനെല്ലാത്തിനും 31 ദിവസമുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സഹായിച്ചൊരു മെത്തേഡാണ്. ന്യൂമോണിക്സ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ന്യൂമോണിക്സ് വിച്ച് ഇസ് ഡിവൈസസ് ദാറ്റ് യൂസ് എ പാറ്റേൺ ഓഫ് ലെറ്റേഴ്സ്, ഐഡിയാസ് ഓർ അസോസിയേഷൻ ടു റിമെമ്പർ സംതിങ്. നമ്മളെന്തെങ്കിലും ഓർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ആൻഡ് അതിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാബറേറ്റീവ് മെമ്മറി. ഓക്കെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഉള്ള റിഹേഴ്സൽ മെത്തേഡ്സ് ആണ് പറഞ്ഞത് അല്ലേ? അതിൽ 2 ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റിഹേഴ്സൽ, മെയിൻ്റെനൻസ് റിഹേഴ്സൽ, അതിനെ തന്നെയാണ് റോട്ട് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ ഇലാബറേറ്റീവ് റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഐക്കോണിക് മെമ്മറി എന്താണ് എന്നും കൂടെ നോക്കാം. ഓക്കെ, ഐക്കോണിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള വേൾഡിനെ നമുക്ക് റിമെമ്പർ ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഒരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഐക്കോണിക് മെമ്മറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ഐക്കോണിക് മെമ്മറി ഇൻവോൾവ്സ് ദ മെമ്മറി ഓഫ് വിഷ്വൽ സ്റ്റിമുലൈ. ഓക്കെ, അപ്പം ഇതിനൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു കപ്പ്, ഓക്കെ, ഇത് ഞാൻ സൂക്ഷിച്ച് നോക്കുകയാണ്. ഓക്കെ, ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് എന്താണ്? സച്ചിൻ. ഇതാണ് എനിക്ക് ഈ വിഷ്വൽ സ്റ്റിമുലയിലൂടെ കിട്ടിയ എൻ്റെ ഐക്കോണിക് മെമ്മറി. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഏതൊരു വിഷ്വൽ സ്റ്റിമുലൈനെ ഇതുപോലെ ഏതിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ കണ്ണ് യൂസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നത്, അതിനെ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്ന ഫസ്റ്റ് മെമ്മറി, നിങ്ങളുടെ മനസ്സിൽ വരുന്ന മെമ്മറി ഉണ്ട്. ദാറ്റ് ഇസ് ദി ഐക്കോണിക് മെമ്മറി ഓഫ് യുവർ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അപ്പം ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ബോത്ത് യുവർ ലോങ് ടേം മെമ്മറി ആൻഡ് വിഷ്വൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയാം. ദാറ്റ്സ് വൈ ഇറ്റ്സ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറീൻ്റെ അണ്ടറിൽ ഇത് പറഞ്ഞത്. അപ്പം ഇത് എഴുതുമ്പം യു ഷുഡ് ഓൾസോ റൈറ്റ് ദറ്റ് ദിസ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, ഇതിപ്പം ഞാൻ ഷോർട്ട് ടേം മെമ്മറിയിൽ കണ്ട കാര്യമാണ് അല്ലേ? എൻ്റെ വിഷ്വൽ ഷോർട്ട് ടേം മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്ത കാര്യം. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ പഴയ പരസ്യം ഓർമ്മ വന്നു, അതിലെ ആളെ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ മെമ്മറി കൊണ്ടുവന്നു, ലോങ് ടേം മെമ്മറിയും ഇതിലോട്ട് റെപ്രസെൻ്റ് ചെയ്തു. സോ ദിസ് ഇസ് this is the types of ഷോർട്ട് ടേം മെമ്മറിയിൽ വരുന്ന മെമ്മറിയിലെ ഒരു ടൈപ്പാണ്. ആൻഡ് സോ ഇത്രയും ആണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അത് നിങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് ആൻഡ് സീ ആൻഡ് ലിസൺ ടു ദ ക്ലാസ് അഗൈൻ ആൻഡ് അഗൈൻ. എന്നാലും നിങ്ങളുടെ അത് ഉള്ളിൽ കയറത്തുള്ളൂ. ആൻഡ് സോ മെമ്മറി ചെയ്ത് പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? റിഹേഴ്സ് ചെയ്യണം. ഒരു തവണ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ യൂട്യൂബിലിടുന്നതിൻ്റെ ഗുണം അതാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് കാണാനും റിഹേഴ്സ് ചെയ്യാനും സഹായിച്ചാൽ എവിടെ എത്തും? ഇത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് ലോങ് ടേം മെമ്മറിയിലോട്ട് ഇന്ന് തന്നെ പോവും. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരിശ്രമിക്കണം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. താങ്ക് യു.